റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ലീഡർ നിയമന വിവാദത്തിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകാതെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. GP നിയമനത്തിലെ KSU പ്രതിഷേധത്തെ തള്ളിയ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപ പരാമർശത്തിന് പിന്നാലെയാണ് അലോഷ്യസ് സേവ്യർ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയത്. അതേസമയം KSUവിനെതിരായ വിമർശനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ പിന്തുണച്ച് കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് രംഗത്തെത്തി. മുഖ്യമന്ത്രി KSUവിനെ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നും അത്തരം വ്യാഖ്യാനങ്ങൾ വേണ്ട എന്നും ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. KSU ഒരു വികാരമാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെ ഒരു മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞതിന് നിങ്ങൾ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം അദ്ദേഹം ഒന്നും അങ്ങനെ ഉദ്ദേശിച്ചായിരിക്കത്തില്ല, നിങ്ങൾ പറയുന്ന രീതിയിലൊന്നും ഉദ്ദേശിച്ചായിരിക്കത്തില്ല അദ്ദേഹം പറഞ്ഞിരിക്കും. അല്ല, KC വേണുഗോപാലിനെ വിളിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒഴിവാക്കുകയാണോ? KC വേണുഗോപാൽ MP വിളിച്ചു, അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, മുഖ്യമന്ത്രിയുടെ അറിയിച്ചിട്ടുണ്ട്. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, ഇന്നലെ KSUവിനെതിരായ KSUവിന്റെ യൂണിറ്റ് കമ്മിറ്റി അല്ല പ്ലീഡർ നിയമനം തീരുമാനിക്കേണ്ടത്, അവർക്കതിൽ ഒരു റോളുമില്ല എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്നു. ശേഷം അലോഷ്യസ് സേവ്യറിന്റെ പ്രതികരണം വരുന്നു. ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതാണ് തിരിച്ചടി. കോൺഗ്രസിന്റെ നയം എന്നുള്ളതാണ് മറ്റൊരു നേതാവിന്റെ നയമാണ് പാലിക്കേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു നേതാവിന്റെ പ്രതികരണമായി വന്നത്. മുക്കാൽ പിണറായി അല്ല അധികാരത്തിലേറ്റിയത് ഇന്ന് മറ്റൊരു KSU നേതാവിന്റെ പ്രതികരണം വരുന്നുണ്ട്. അതിനിടയിൽ ആണ് മുഖ്യമന്ത്രി അനുകൂലിച്ചും ഇപ്പോൾ ചാണ്ടി ഉമ്മന്റെ അടക്കം പ്രതികരണം വരുന്നത്, നിജേഷ് അരവിന്ദിന്റെ അടക്കം പ്രതികരണം വരുന്നത്. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ സംഘടനകളിലേക്കൊക്കെ ഈ പറയുന്ന ആശയക്കുഴപ്പവും ആശയവ്യത്യാസവും ഒക്കെ വീണ്ടും ആവർത്തിക്കുകയാണ്. മധു, പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതൽ തന്നെ ലോയേഴ്സ് കോൺഗ്രസ് പ്രതിഷേധം അത് KPCC മുഖ്യമന്ത്രിയൊക്കെ രേഖാമൂലം തന്നെ അറിയിച്ചതാണ്. പക്ഷേ KSU വ്യത്യസ്തമായ നിലപാട് ഇക്കാര്യത്തിലുണ്ട്. KSU അങ്ങനെ ഒരു പ്രതിഷേധം അറിയിക്കാൻ കാരണം GPI നിയമനം ലഭിച്ചത് SFI തിരുവനന്തപുരം ലോ കോളേജിലെ ഒരു നേതാവിനാണ്, വനിതാ നേതാവിനാണ്. ആ തിരുവനന്തപുരം ലോ കോളേജിൽ KSUവിന് യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം പോലും തടസ്സപ്പെടുത്തുന്ന ഒരാളെ GPI UDF സർക്കാർ നിയമിച്ചു എന്നതാണ് പ്രതിഷേധത്തിന് കാരണം. അതാണ് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത്. ആ കാര്യത്തിൽ ഒരു തിരുത്തൽ സംസ്ഥാന സർക്കാരിന്റെ KSU പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി KSU എന്ന സംഘടനയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പരാമർശമുണ്ടായത്. KSU യൂണിറ്റ് കമ്മിറ്റിയാണോ GP നിയമനം തീരുമാനിക്കുന്നത്, അവർക്കെന്താണ് ഇവിടെ കാര്യം എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത്. ആ ഒരു പ്രതികരണത്തിലാണ് KSU നേതാക്കൾക്ക് കടുത്ത അമർഷമുള്ളത്. അതിന്റെ പ്രതികരണമാണ് KSUവിന്റെ സംസ്ഥാന ട്രഷറർ ഉൾപ്പെടെ രൂക്ഷമായ ഭാഷയിൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ നടത്തിയത്. ഒപ്പം തന്നെ അതിൽ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ പലവട്ടം ശ്രമിച്ചിട്ടും സന്ദർശനാനുമതി നിഷേധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്നലെ വൈകിട്ടോടെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്തെത്തിയ അലോഷ്യസ് സേവ്യറിന് ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയിട്ടില്ല. KSU സംസ്ഥാന അധ്യക്ഷ എന്ന നിലയിൽ സംസ്ഥാന ഭാരവാഹികൾക്കൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അറിയിക്കാൻ, മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലുള്ള പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി കൂടിയാണ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയത്. പക്ഷേ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇതുവരെ അങ്ങനെ ഒരു അനുകൂലമായ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു ഗ്രീൻ സിഗ്നൽ നൽകിയിട്ടില്ല. അതിലും കടുത്ത അമർഷം KSU മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ ഓഫീസിലേക്കൊക്കെ ആളുകൾക്ക് ധാരാളം പേർക്ക് കടന്നു വരാൻ കഴിയും എന്നുള്ളതാണ് ഒന്ന് കോൺഗ്രസ് ഈ പറയുന്ന ജനകീയതയുടെ ഒരു ഉദാഹരണമായി മുന്നോട്ട് വെക്കുന്ന ഒന്ന്. അവിടെയാണ് KSUവിന്റെ അധ്യക്ഷന് മുഖ്യമന്ത്രി ഒന്ന് കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ കണ്ടപ്പോൾ ഒരു ഔദ്യോഗികമായ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അനുവദിക്കേണ്ടേ എന്നുള്ളതായിരുന്നു അതിന്റെ പ്രതിരോധം. KSUവിന് അങ്ങനെ ഒരു അനുമതി കിട്ടാത്ത എന്തുകൊണ്ടാണ്? അത് ഒരുപക്ഷെ മുഖ്യമന്ത്രി എടുത്ത GP നിയമനത്തിലെ നിലപാടിനെ വിമർശിച്ച കാരണം കൊണ്ടാകാം അലോഷ്യസ് സേവ്യറിനെ സന്ദർശനാനുമതി നൽകാത്തത്. മാത്രവുമല്ല, ഇന്നലെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി KSUവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞത്. പല ചോദ്യങ്ങൾക്കും KSUവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പോലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ KSU എന്ന സംഘടനയോട് തന്നെ ആ സംഘടന എടുത്ത നിലപാടിനോടുള്ള ഒരു വിയോജിപ്പ് കൂടി മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഒരുപക്ഷെ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന് സന്ദർശനാനുമതി നിഷേധിക്കുന്നത്. അതേസമയം ലോ കോളേജ് യൂണിയൻ KSUവിന്റെ മുൻ അധ്യക്ഷ കൂടി ഇന്നലെ രൂക്ഷമായ പ്രതികരണം നടത്തിയതാണ്. അവിടെ സംഘടനാ പ്രവർത്തനം നടത്താൻ അന്ന് താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് ലോ കോളേജ് യൂണിറ്റ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷ സാമൂഹ്യ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയത്. തനിക്ക് പെപ്പർ സ്പ്രേ ഇല്ലാതെ ക്യാമ്പസിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. SFIയുടെ ഭാഗത്ത് അത്രയേറെ അതിക്രമം താൻ നേരിട്ടിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് KSUവിന്റെ സഹപ്രവർത്തകർ ഈ നിയമനത്തെ ചോദ്യം ചെയ്യുന്നത്, വിമർശിക്കുന്നത് എന്നുകൂടിയായിരുന്നു യൂണിറ്റ് പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷേ അത്തരം വിമർശനങ്ങൾ ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുന്നതിന് പകരം
KSU സംഘടനയ്ക്കെതിരെയുള്ള ഒരു അധിക്ഷേപമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം എന്ന രീതിയിലേക്ക് വിലയിരുത്തപ്പെടുകയും ആ രീതിയിലാണ് KSU സംസ്ഥാന നേതൃത്വം വിമർശനവുമായി രംഗത്ത് വരുന്നത്. ഏതായാലും ഇത്തരം തെറ്റുകൾ ഇനിയും ചൂണ്ടിക്കാട്ടുമെന്നാണ് ഇന്നലെ രാത്രി സാമൂഹ്യ മാധ്യമത്തിൽ അലോഷ്യസ് സേവ്യർ കുറിച്ചത്. ഇപ്പോഴും തിരുവനന്തപുരത്ത് അലോഷ്യസ് സേവ്യറും സംസ്ഥാന ഭാരവാഹികളും തുടരുന്നുണ്ട്. ഇനിയെങ്കിലും ആ സന്ദർശനാനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.